Evangelion Gadisho men Marcos Sabrono Habra ശാബത്തിന് മുമ്പുള്ള വെള്ളിയാഴ്ച സന്ധ്യയായപ്പോൾ അരിമത്യക്കാരൻ യൗസേപ്പ് എന്ന പേരുള്ള ധനവാനായ ഒരു മനുഷ്യൻ വന്നു. അയാൾ യഹൂദിയായ അരിമത്യ പട്ടണക്കാരനും ഉത്തമനും മന്ത്രിയും നീതിമാനും യഹൂദന്മാരിലുള്ള ഭയനിമിത്തം രഹസ്യമായി യേശുവിനെ ശിഷ്യപ്പെട്ടിരുന്നവരുമായിരുന്നു. അവരുടെ ഇഷ്ടത്തിനും പ്രവർത്തിക്കും ചേരാത്ത ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരുന്നവരുമായ യൗസേഫ് എന്ന ചെന്ന ധൈര്യത്തോടുകൂടെ പീലാത്തോസിന്റെ സമക്ഷത്തിൽ പ്രവേശിച്ച് യേശുവിന്റെ ശരീരത്തിന് ആവശ്യപ്പെട്ടു. എന്നാൽ പീലാത്തോസ് യേശു ഇത്ര വേഗം മരിച്ചു എന്ന് ആശ്ചര്യപ്പെട്ടിട്ട് ശതാധിപനെ വിളിച്ചു ചോദിച്ചു. സമയത്തിന് മുൻപ് തന്നെ അവൻ മരിച്ചു പോകും. വിവരം അറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശരീരം യൗസേഫിനെ കൊടുത്തു. യൗസേഫ് കെത്തര തുണി വിലയ്ക്ക് വാങ്ങി കൊണ്ടുവന്ന് അവനെ ഇറക്കി അതുകൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞു. മുമ്പ് രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ ചെന്നവനായി നിക്കോദിമോസ് ചെന്നു. അവൻ 100 മൽവായും ചേർത്ത് 100 രാത്രിയോളം സുഗന്ധ കൂട്ടുകളും കൊണ്ടുവന്നിരുന്നു. അവർ യേശുവിന്റെ ശരീരമെടുത്ത് യഹൂദന്മാരുടെ സംസ്കാര ക്രമം അനുസരിച്ച് സുഗന്ധവർഗ്ഗങ്ങളോടുകൂടെ കെട്ടാനാശീലകൾ കൊണ്ട് അവനോട് പൊതിഞ്ഞു. യേശുവിനെ ക്രൂശിൽ തൂക്കിയ ഒരു സ്ഥലത്ത് ഒരു തോട്ടവും ആ തോട്ടത്തിൽ അന്ന് വരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. കല്ലിൽ കുത്തിക്കൊഴിക്കപ്പെട്ടതായ അവന്റെ വക പുതിയ കല്ലറയിൽ വെച്ചു. അത് അന്ന് വരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്തൊരു പുതിയ കല്ലറയായിരുന്നു. ശാബത്ത് ആരംഭിക്കാനിരുന്നത് കൊണ്ടും ആ കല്ലറ സദീവസ്ഥമായിരുന്നത് കൊണ്ടും അവർ യേശുവിനെ അതിൽ വെച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് പുരട്ടി വെച്ചിട്ട് പോവുകയും ചെയ്തു. അത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ശാബത്ത് ആസന്നവുമായിരുന്നു. ഗലീലായിൽ നിന്ന് അവനെ അനുഗമിച്ചവരായ സ്ത്രീകൾ അടുത്തുണ്ടായിരുന്നു. അവർ കല്ലറയും അവന്റെ ശരീരം സംസ്കരിച്ച സ്ഥലവും കണ്ടു. മടങ്ങിച്ചെന്ന സുഗന്ധവർഗ്ഗങ്ങളും പരിമളദ്രവ്യങ്ങളും തയ്യാർ ചെയ്തു. കൽപ്പന അനുസരിച്ച് ശാബത്തിൽ സ്വസ്ഥമായിരിക്കുകയും ചെയ്തു.